മുണ്ടക്കയം സരസ്വതി സംഗീത വിദ്യാലയത്തിന്റെ 25ാമത് വാർഷികാഘോഷവും ലോക റെക്കോർഡ് സമർപ്പണവും നടന്നു. AGM കോളേജ് ഡയറക്ടർ ഡോക്ടർ ഗിരിജ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സരസ്വതി സംഗീത വിദ്യാലയം സെക്രട്ടറി സി ഇന്ദുചൂടൻ സ്വാഗതം ആശംസിച്ചു. പ്രശസ്ത നാദസ്വര വിദ്വാൻ കലൈമാമണി തിരുവിഴ ജയശങ്കർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് ഞാനങ്ങനെ അതാണ് എനിക്ക് കൂടുതൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിരിക്കട്ടെ, അത് ഞാൻ പിന്നെ പറയാം. ഏതായാലും 3 ഗ്ലോബൽ പുരസ്കാരങ്ങളും 15 കാസറ്റുകളും മറ്റ് ആൽബങ്ങളും മ്യൂസിക് ആൽബം പലതും ചെയ്ത് ഒരു നല്ല സംഗീതം ജീവിതം ധന്യമാക്കിയ ഒരു വ്യക്തിയാണ് ഇതിലൂടെ. ഈ ഒരു സംഗീത വിദ്യാലയം നടത്തുക എന്ന് പറഞ്ഞാൽ 25 യോഗത്തിൽ മുൻ ഗവൺമെന്റ് ചീഫ് ഡോക്ടർ N. ജയരാജ് ലോക റെക്കോർഡ് സി ഇന്ദുചൂടന് സമർപ്പിച്ചു. മൗന സംഗീതാലാപനം 55 ഗാനങ്ങൾ തുടർച്ചയായി 22 മണിക്കൂർ 18 മിനിറ്റ് പാടിയതിന് ടാലന്റ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ അദ്ദേഹത്തെ ഈ വേദിയിൽ ആദരിക്കുന്നു. ഡോക്ടർ N. ജയരാജ് MLA, മുൻ MLA, മന്ത്രി, കോളേജ് ലെക്ചറർ, പാരിസ്ഥിതിക പ്രശ്നങ്ങളിലെ സജീവമായ സാന്നിധ്യം, പരിസ്ഥിതി മാസികയായ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോളം ഒരു വ്യക്തിയുടെ ജന്മം കൊണ്ടുപോകുന്ന സംഗീതം എന്ന മഹാസാഗരത്തിന്റെ ഒരു കൈക്കുമ്പിളിൽ മാത്രം ഒടുങ്ങുന്നതിനപ്പുറത്തേക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയുകയാണ്. അത്ര വിപുലവും വിശാലവും ഗഹനവുമായ ഒരു വലിയ ഒരു സംവിധാനമാണ് സംഗീതം. അപ്പൊ അതുകൊണ്ട് അതിനങ്ങനെ വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റായി. പക്ഷെ ഇന്നത്തെ കാലം നോക്കറിയാം, ഇപ്പൊ റീൽസുകളുടെ കാലഘട്ടമാണ്. ആർക്കും മുഴുവൻ സമയം വായിക്കാൻ സമയമില്ല, ഒരു പുസ്തകം വായിക്കാൻ സമയമില്ല. എല്ലാം ഷോർട്ടായിട്ട് ക്യാപ്സ്യൂളിൽ കിട്ടണം, വളരെ പെട്ടെന്ന് റീൽസും കിട്ടണം. കാരണം ഈ അന്തസത്തയിലേക്ക് ഇറങ്ങി പോകുന്നില്ല. അതിന്റെ വലിയൊരു അപകടം വിടമാത്രം എല്ലാ രംഗത്തും മനുഷ്യന്റെ മാനുഷിക ഭാവങ്ങളിൽ പോലും ഒരു കാഷ്വലായിട്ടുള്ള കടന്നു പോകുമ്പോൾ കാണിക്കുന്ന ഹൈ പോയി പറയുന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഉള്ളിലേക്കുള്ള ആ വലിയ ഒരു ആത്മബന്ധം പോലും വർത്തമാനകാലത്ത് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം ഈ സംഗീതമൊക്കെ ചിട്ടപ്പെടുത്തിയ ആചാരം ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടത്. സംഗീതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തെ ഓരോ രാഗങ്ങളും ഓരോ കാലത്തിനെയും ഓരോ പ്രകൃതിയുടെ ഓരോ മൃദുഭേദങ്ങളെയും കൃത്യമായി തന്നെ ഉടയാളപ്പെടുക. കാരണം മനുഷ്യനും പ്രകൃതിയുമായിട്ടുണ്ടായിരുന്ന അപൂർവമായ ബന്ധമുണ്ട്. ആ അപൂർവമായ ബന്ധം യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ മുമ്പോട്ടുള്ള യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകമായി. പക്ഷെ ഇന്ന് ബന്ധമില്ലാതായി. ഇന്നിപ്പം മഴ പെയ്യുന്നു, എപ്പം പേരിലുണ്ടാകുന്നു പറയാൻ വയ്യാതെ ഇത് പ്രകൃതി മാറിപ്പോയി. മനുഷ്യനുണ്ടായ മാറ്റം പ്രകൃതിയിലുണ്ടായി എന്നുള്ളത് മാത്രമേ വേറൊരു അത്ഭുതം സംഭവിച്ചില്ല. പക്ഷെ ഇതൊക്കെ സംഗീതം ഒക്കത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തെ വയനാട് രാമോഹൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, അദ്ദേഹത്തിന്റെ മനോഹരമായ സർഗസംഗീതം എന്ന് പറയുന്ന ഒരു കവിതയിൽ അദ്ദേഹം പറയുന്ന പോലെ വാളല്ലും സമരായുധം ചണജനദ്വാരം മുഴക്കിയിടുവാൻ ആളങ്ങൾ കരവാളം വിറ്റൊരു മണിക്കൂർ വീണ വാങ്ങിച്ചു. ഞാൻ വയലാറിയത് കരവാളം വിറ്റ് മണിക്കൂർ. ഭരത് ഭൂഷൺ ഡോക്ടർ അമൽ സനാതനം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. പ്രമുഖ സംഗീതജ്ഞൻ തുളസീദാസ് ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. സാലു മുണ്ടക്കയം കൃതജ്ഞതയർപ്പിച്ചു. സാംസ്കാരിക സംഗീത രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി.